NDA സ്ഥാനാർത്ഥി അജി നാരായണൻ കോതമംഗലം നഗരത്തിൽ പര്യടനം നടത്തി. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടി. പ്രവർത്തകരും നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കോതമംഗലം നഗരത്തിൽ NDA സ്ഥാനാർത്ഥി അജി നാരായണൻ പര്യടനം നടത്തി. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെയും മുനിസിപ്പൽ മാർക്കറ്റിലെയും കച്ചവട സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പര്യടനം. NDA മുന്നണിയുടെ ഭാഗമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന ആദ്യത്തെ കോതമംഗലം സ്വദേശി കൂടിയാണ് അജി നാരായണൻ. കേരളത്തിലാകെ NDAക്ക് അനുകൂലമായ തരംഗമുണ്ടെന്നും ഇടതു വലതു മുന്നണികളെ സഹിച്ചു മടുത്ത ജനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരത ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇക്കുറി വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം മീഡിയ 60യോട് പറഞ്ഞു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ NDAയുടെ പ്രവർത്തകർ ഇന്നിപ്പോൾ ടൗണിൽ ഏതാണ്ട് മൂന്നാമത്തെ ട്രിപ്പാണ് ടൗണിൽ കടകൾ കയറുന്നത്. ഇന്ന് കേരളത്തിലെ മൊത്തം എടുത്ത് നോക്കിയാൽ NDAയുടെ വലിയൊരു തരംഗം ഇന്ന് കേരളത്തിലുണ്ട്. കാരണം ഇടത് വലത് മുന്നണികളെ സഹിച്ച് മടുത്ത കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഭാരത ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ എത്തിക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് ആ മറ്റു സംസ്ഥാനങ്ങളെ പോലെ, അതായത് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പോലെ ഈ കേരളവും ആക്കി മാറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിലേക്ക് കേരളത്തിലെ മിക്കവാറും സംഘടനകളെല്ലാം ഇപ്പോൾ 2020 അടക്കമുള്ള നിരവധി സംഘടനകൾ NDAയിലേക്ക് കടന്നു വന്നു. അതിൻ്റെ ഒരു വലിയ മൂവ്മെൻറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സംശയമില്ല, കോതമംഗലത്തെ ജനങ്ങൾ NDAയുടെ കാൻഡിഡേറ്റിന് വേണ്ടി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു. ആ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാവരെയും സഹായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേരള സംസ്ഥാനം അടുത്ത ഏറ്റെടുക്കുന്നത് NDAയുടെ ഗവൺമെൻറ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 2020 പോലെയുള്ള സംഘടനകൾ NDAയിലേക്ക് കടന്നു വന്നതോടെ വലിയ ചലനം തന്നെ ഉണ്ടായതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശനിയാഴ്ച കോതമംഗലം ടൗണിലെ കടകളിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും കോതമംഗലം മാർക്കറ്റിലും സ്ഥാപനങ്ങളിലും അദ്ദേഹം ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് തേടി. നേതാക്കളായ TP സജീവ്, സൂരജ് ജോൺ, ET നടരാജൻ, MP തിലകൻ, സിന്ധു പ്രവീൺ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.